ഇടുക്കി ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രനെ ബി.ജെ.പി. നേതാക്കൾ സന്ദർശിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്നാർ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. കഴിഞ്ഞ ദിവസം മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി. നേതാക്കൾ സ്ഥലത്തെത്തിയത്. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രനെയാണ് ബി.ജെ.പി. നേതാക്കൾ സന്ദർശിച്ചത്. സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു ബി.ജെ.പിയിലേക്ക് എസ് രാജേന്ദ്രന്റെ ബി.ജെ.പി. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലനിൽക്കെയാണ് ഈ ഒരു സന്ദർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ ഒരു സന്ദർശനം പ്രധാനമായും ഈ ഒരു എസ് രാജേന്ദ്രന്റെ ബി.ജെ.പി. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർ പറയുന്നത് പ്രകാരം ഈ കഴിഞ്ഞ ദിവസം മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് മാട്ടുപ്പെട്ടിയിൽ ഒരു അക്രമം നടന്നിരുന്നു. അതായത് ബി.ജെ.പി. അനുഭാവിയായിട്ടുള്ള മണികണ്ഠൻ എന്നയാളുടെ വീട്ടിൽ കയറി CPM പശ്ചാത്തലമുള്ള ചില ആളുകൾ അതിക്രമം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിലുള്ള ചില ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്കടക്കം മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണ് സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രമീളാദേവി, അതുപോലെ തന്നെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ഒരു വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷം ഈ ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് എസ് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ബി.ജെ.പി. നേതാക്കൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ എസ് രാജേന്ദ്രന്റെ ബി.ജെ.പി. പ്രവേശനം ഇത്തരത്തിൽ വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. നേതാക്കൾ ഇത്തരത്തിൽ എസ് രാജേന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ച അത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുമുണ്ട്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.